ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മേഘവിസ്ഫോടനം. ഒരാൾ മരിച്ചു, ഒരാളെ കാണാതായതായും റിപ്പോർട്ട്. SDRF രക്ഷാപ്രവർത്തനം നടത്തുന്നു. ഉത്തരകാശിയിലെ സ്യാനചത്തി ഗ്രാമത്തിൽ അരുവി രൂപപ്പെട്ടു. യമുന നദിയിലെ ജലം ദിശ മാറി ഒഴുകിയതാണ് കാരണം. കച്ചവട കേന്ദ്രങ്ങളടക്കം വെള്ളത്തിൽ മുങ്ങി. पिंडर नदी का जलस्तर बढ़ रहा है, सभी लोग सुरक्षित रहें। पिंडर नदी के किनारे निवास करने वाले ചമോലി ജില്ലയിലെ തരാലി തഹസിലിൽ അർദ്ധരാത്രി 12:40 മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്. അതിനുശേഷമുണ്ടായ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമാണ് രണ്ട് ഗ്രാമങ്ങളെ, സഗ്വാര ഉൾപ്പെടെ രണ്ട് ഗ്രാമങ്ങളെ വളരെ രൂക്ഷമായി തന്നെ ബാധിച്ചത്. അതിൽ തന്നെ സഗ്വാരയിലാണ് ഒരു മരണം. പെൺകുട്ടിയാണ്, 20 വയസ്സാണ് പ്രായമുള്ളത്. അവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ പെടുകയായിരുന്നു. അവരെ പുറത്തെത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് പിന്നീട് ഡോക്ടർമാരടക്കം സ്ഥിരീകരിച്ചത്. നിലവിൽ ഈ പ്രദേശങ്ങളിൽ മഴ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിൽ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ സാധിക്കുന്നുണ്ട്. SDRF സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ കരസേനയുടെയും ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തേക്ക് എത്തി. പ്രധാനമായിട്ടും പല ഉപകരണങ്ങൾ കൊണ്ട് അവശിഷ്ടങ്ങൾ, അതായത് വീടുകളും പല ഹോട്ടലുകളും കടകളും എല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. പല വാഹനങ്ങൾ ഒഴുകിപ്പോയി. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കടക്കം ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ ഉരുൾപൊട്ടിയെത്തിയിട്ടുള്ള കല്ലും പാറയും മണ്ണും എല്ലാം തന്നെ ഇടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ വീടുകളും പലതും തകർന്നു പോയിട്ടുണ്ട്. ഇതിനിടയിൽ ഒരുപക്ഷെ ജീവനുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി എല്ലാം ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാളെ കാണാതായി എന്നുള്ള സ്ഥിരീകരണം മാത്രമാണ് നിലവിൽ ഈ ഒരു ഘട്ടത്തിലും അവിടെ നിന്നും പുറത്തു വരുന്നത്. മാത്രമല്ല ഈ മാസം തന്നെ ഉത്തരാഖണ്ഡിൽ മറ്റിടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനങ്ങളും മണ്ണിടിച്ചിലും പോലെ അത്രത്തോളം രൂക്ഷമല്ല നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യം എന്നുള്ള കാര്യം കൂടിയാണ് എന്തായാലും അവിടെയുള്ള ജില്ലാ ഭരണകൂടം എല്ലാം തന്നെ അറിയിക്കുന്നത്. സ്നിഫർ ഡോഗുകളെ, പ്രത്യേകിച്ചും രുദ്രപ്രയാഗിൽ നിന്നും 25 കിലോമീറ്ററാണ് ഈ ചമോലി ജില്ലയിലെ ഈ പറയുന്ന ഈ മേഘവിസ്ഫോടനം നടന്ന ആ തരാലിയിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരെയും ഉപകരണങ്ങളെയും ഇത്തരത്തിൽ സ്നിഫർ ഡോഗുകളെയും ഒക്കെ അവിടേക്ക് എത്തിക്കാൻ, രുദ്രപ്രയാഗിൽ നിന്നും എത്തിക്കാൻ എളുപ്പം സാധിക്കുന്നുണ്ട്. തിരച്ചിൽ കൂടി അതുകൊണ്ട് തന്നെ വേഗത്തിലാക്കാനും ഈ ഘട്ടത്തിൽ സാധിക്കുന്നു.